വേടൻ വീണ്ടും ചർച്ചയാവുകയാണ്. സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച ഗാനരചയിതാവിനുള്ള അവാർഡ് വേടന് കിട്ടിയിരിക്കുന്നു. വേടന് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും. നമ്മുടെ സമൂഹത്തിലെ പലരും ഇതുപോലുള്ള അവാർഡ് കിട്ടുമ്പോൾ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നതിന് പകരം പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കും. ONVയും വയലാറും ഒക്കെ പോലെയുള്ള ഗാനരചയിതാക്കളും മരിച്ചുപോയത് നന്നായി, ഇല്ലായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തുകൊണ്ടാണ് വേടന് ഇതുപോലെ പറയുന്നത് എന്ന് എല്ലാവർക്കും വ്യക്തമായിട്ടറിയാം. വേടൻ ദളിതനാണ്, കറുത്തയാളാണ്. വേടൻ ഒരു അവാർഡ് കിട്ടുമ്പോൾ അത് അംഗീകരിക്കാൻ പ്രയാസമുള്ള ഒരുപാട് മനസ്സുകളുണ്ട്. പൊതുസമൂഹത്തിന്റെ മുമ്പിൽ എഴുത്തുകൊണ്ടും വായന കൊണ്ടും പ്രസംഗം കൊണ്ടും ഒക്കെ മികച്ചവരാന്ന് പറയുന്ന ചിലര് ഇതുപോലെ വേടനെ പോലുള്ളവർക്ക് അവാർഡ് കിട്ടുമ്പോൾ അത് അംഗീകരിക്കാൻ മാനസിക പ്രയാസമുണ്ട്. താഴെത്തട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന ആളാണ്. അപ്പൊ അതൊന്നും അംഗീകരിക്കാൻ പലർക്കും പറ്റുന്നില്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, കലാഭവൻ മികച്ച നടനുള്ള ദേശീയ അവാർഡ് കിട്ടുന്ന ഘട്ടം വന്നപ്പോൾ അന്തിമ പരിഗണനയിൽ കലാഭവൻ മറ്റൊരു സൂപ്പർ സ്റ്റാറുമായപ്പോൾ കലാഭവൻ അവാർഡ് കൊടുക്കുകയാണെങ്കിൽ ആ ജൂറിയിൽ നിന്ന് രാജിവെക്കുമെന്ന് പറഞ്ഞ ചില കമ്മിറ്റി അംഗങ്ങളുണ്ട്. അതിനുശേഷമാണ് കലാഭവൻ കറുത്തവൻ അവാർഡ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ അവാർഡ് വെളുത്ത ഒരു സൂപ്പർ സ്റ്റാറിന് കൊടുത്തിട്ട് മണിക്ക് പ്രത്യേക ജൂറി പുരസ്കാരമാക്കി ഒതുക്കി കളഞ്ഞ സംഭവം വരെ നമ്മുടെ സാംസ്കാരിക കേരളത്തിൽ നടന്നിട്ടുണ്ട്. എന്റെ പാട്ട് പിടിച്ചതെല്ലാം പുലി വാലട എന്ന് വേടൻ എഴുതിയതിന് തന്നെ അവാർഡ് കൊടുത്തത് നന്നായി. വേടനെ പോലെ ഒരു പാവപ്പെട്ടവനും താഴെത്തട്ടിൽ നിന്ന് സ്വന്തം പ്രയത്നം കൊണ്ട് ഒറ്റയ്ക്ക് വഴിവെട്ടി കഷ്ടപ്പാടിലൂടെ ഉയർന്നു വന്ന ഒരുത്തനെ അംഗീകരിക്കാൻ എന്ത് സാംസ്കാരിക കാഴ്ചപ്പാടാണ് നമ്മുടെ സമൂഹത്തിലെ പ്രമുഖര് മുൻപോട്ട് വെക്കുന്നത്. ഏതായാലും വേടൻ അവാർഡ് കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവിധ അഭിനന്ദനങ്ങളും വേടൻ ബ്രോ.